due to axial load PL by A. Okay. PL by A, that is P എന്ന് പറയുന്ന ആക്സിയൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ L എന്ന് പറയുന്ന ബോഡിക്ക് എന്തുണ്ടാവും, ഡെൽറ്റ എൽ ഉണ്ടാവും. ഡെൽറ്റ എൽ എന്ന് പറയുന്ന ഡിഫോർമേഷൻ ഉണ്ടാവും, ദാറ്റ് ഈസ് PL by AE. നെക്സ്റ്റ് നമ്മൾ പഠിച്ചു ഡ്യൂ ടു സെൽഫ് വെയ്റ്റ് W there is a deformation, that is WL by 2AE, that is half of the deformation of the body due to load P. സോ ഇത്രയാണ് നമ്മൾ പഠിച്ചത്. അതിൽ എന്തെങ്കിലും ഡെറിവേഷൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ നിങ്ങളിത് ക്ലിയർ ചെയ്യേണ്ടതാണ്. ഓക്കെ, നമുക്കിപ്പം എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഡെറിവേഷനിലോട്ടേക്ക് പോവാം. നെക്സ്റ്റ് ഡെറിവേഷൻ എന്ന് പറയുന്നത് ഡിഫോർമേഷൻ ഓഫ് എ ബോഡി ഡ്യൂ ടു ആക്സിയൽ ലോഡ് പി. ഓൾറെഡി നമ്മൾ പഠിച്ചു ഡിഫോർമേഷൻ ഓഫ് എ ബോഡി ഡ്യൂ ടു ആക്സിയൽ ലോഡ് പി. ആക്സിയൽ ലോഡ് പി ആക്ട് ചെയ്യുന്നുണ്ട് ബോഡിയിൽ, പക്ഷെ ആ ബോഡിയുടെ ഏരിയ അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത് എന്തല്ല, യൂണിഫോം അല്ല. നമ്മൾ തൊട്ട് മുമ്പേ പഠിച്ച ഡിഫോർമേഷൻ, ഇങ്ങനെ ഒരു ബോഡി എടുത്താൽ ആ ബോഡിയിൽ എ എന്ന് പറയുന്ന ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്ത് ചെയ്യുന്നില്ല, അത് ഏതൊരു സെക്ഷൻ എടുത്താലും അവിടെ എന്തേ ഉള്ളൂ, എ എന്ന് പറയുന്ന ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തന്നെയേ ഉള്ളൂ. ബട്ട് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വേരിയിങ് ക്രോസ് സെക്ഷൻ ഉള്ള, ഒന്നുകിൽ എങ്ങനെയാവാം, ക്രോസ് സെക്ഷൻ വേരി ചെയ്യുന്ന, ഏതൊരു സെക്ഷൻ എടുത്താലും അതിൻ്റെ ക്രോസ് സെക്ഷൻ വേരി ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഇപ്പം ഞാൻ വരക്കാൻ പോകുന്ന ഫിഗർ കണ്ടാൽ നിങ്ങൾക്കറിയാം, ഏതൊരു എക്സ്, അതായത് ലെറ്റ് എക്സ് ബി ദ ഡിസ്റ്റൻസ് ഫ്രം ലെഫ്റ്റ് എൻഡ്, ഇതെന്ത് ചെയ്യുന്നുണ്ട്, വേരി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ക്രോസ് സെക്ഷൻ. ഇവിടെ ചിലപ്പം എ ആയിരിക്കാം, ഇവിടെ A1 ആയിരിക്കാം, A2 ആയിരിക്കാം. അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ സെക്ഷൻ എടുത്താലും വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രോസ് സെക്ഷൻ ഉണ്ട്. അവിടെ ഉണ്ടാകുന്ന ഡിഫോർമേഷൻ ഡ്യൂ ടു ലോഡ് പി ആണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഏതൊരു എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എടുത്താലും വേരിയിങ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരു ബോഡിയുടെ ഡിഫോർമേഷനാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ. ഈ ഡെറിവേഷൻ ചെയ്തതിന് ശേഷം നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്താണ് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. സോ എല്ലാവരും ശ്രദ്ധിക്കണം, എൻ്റെ കൂടെ ചെയ്തു പോകണം, ഡിറൈവ് ചെയ്തു പോകണം. ഓക്കെ, ലെറ്റ്സ് കമൻറ്റ്. ഓക്കെ, ആർ യു റെഡി? Yes, okay. Let me start. Here, a body is subjected to an axial load of P. ഒരു ബോഡി P എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ബോഡീനെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് നോട്ട് യൂണിഫോം ത്രൂ ഔട്ട് ദ സെക്ഷൻ. ഇതിൻ്റെ ത്രൂ ഔട്ട് ദ സെക്ഷൻ അതിന് ഏരിയ വേരി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സോ ലെറ്റ് L be the length of the section and D1 be the diameter at the lower end and D2 be the, ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, മനസ്സിലാവുന്നില്ലേ പറയണം. ഈ ഹയർ എൻഡിൽ, അതായത് ഈ ഒരു എൻഡിലുള്ള ഡയമീറ്ററിനെയാണ് D2 എന്ന് ഡിനോട്ട് ചെയ്തത്. ആൻഡ് D1 എന്ന് പറയുന്നത് ഈ ഒരു പോർഷനിലുള്ള ഡയമീറ്ററാണ്. നമ്മളിവിടെ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തു. ആ ഒരു സെക്ഷൻ, ഇതാണ് ഒരു സെക്ഷൻ കൺസിഡർ ചെയ്ത് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദി ലോവർ എൻഡ്. അവിടെയുള്ള ഡയമീറ്റർ എനിക്ക് അറിയില്ല, അത് ഞാൻ D എന്ന് ഡിനോട്ട് ചെയ്തു. ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതായത് D1 എന്ന് പറയുന്നത് ഡയമീറ്റർ അറ്റ് ദി ലോവർ എൻഡിലുള്ള ഡയമീറ്ററാണ് D1 ആൻഡ് D2 ബി ദ ഡയമീറ്റർ അറ്റ് ഹയർ എൻഡ്. ബിഗ്ഗർ ഡയമീറ്റർ ആണ് എന്ത്, D2. D എന്ന് പറയുന്നത് ഡയ അറ്റ് എ സെക്ഷൻ എക്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഞാൻ കൺസിഡർ ചെയ്ത ആ സെക്ഷൻ്റെ എക്സിലുള്ള ഡയമീറ്ററിനെയാണ് D എന്ന് ഡിനോട്ട് ചെയ്തത്. ഓക്കെ, ആ ഒരു എലമെൻ്റൽ സ്ട്രിപ്പാണ് എടുക്കുന്നത്. ആ എലമെൻ്റൽ സ്ട്രിപ്പിനെ ഞാൻ DX എന്ന് ഡിനോട്ട് ചെയ്തു. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങളോട്, ഡിഫോർമേഷൻ ഓഫ് എ ബോഡി ഡ്യൂ ടു ആക്സിയൽ ലോഡ് P, ഇതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഡിഫോർമേഷൻ ഓഫ് എ ബോഡി ഡ്യൂ ടു ആക്സിയൽ ലോഡ് P. അതായത് L എന്ന് പറയുന്ന ലെങ്ത്തുള്ള ബോഡി ആയിരുന്നു, പക്ഷെ P എന്ന് പറയുന്ന ലോഡ് അപ്ലൈ ചെയ്താൽ അതിനെന്തായാലും എന്തുണ്ടാവും, പുഷ് ഓർ പുള്ള് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ ഇലോങ്ങേഷൻ ഉണ്ടാവും, പുഷാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കോൺട്രാക്ഷൻ ഉണ്ടാവും, പുള്ളാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇലോങ്ങേഷൻ ഉണ്ടാവും. കേൾക്കാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു പ്രശ്നം വന്നതുകൊണ്ടാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കേൾക്കാൻ പറ്റുന്നില്ലേ? ഇസ് ഇറ്റ് ഓഡിബിൾ? യെസ്, വിസിബിൾ അല്ലേ? കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം.
എൽ എന്ന് പറയുന്ന ലെങ്ത് ആയിരുന്നു, ബട്ട് പി എന്ന് പറയുന്ന ഒരു ആക്സിയൽ ലോഡ് അപ്ലൈ ചെയ്യുന്നത് കാരണം അതിന് ഡെൽറ്റ ഒരു ഡിഫോർമേഷൻ ഉണ്ടാകും. ബട്ട് ഈ ഒരു ക്രോസ് സെക്ഷൻ വേരി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു സെക്ഷൻ എടുത്തു, എക്സ് ഡിസ്റ്റൻസ് ഫ്രം ലോവർ എൻഡ് ഡി എക്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ എടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യം നമുക്കറിയാം. അതെന്താണ്, ഡി എൽ ഡ്യൂ ടു ആക്സിയൽ ലോഡ് പി എന്ന് പറയുന്നത് ഡി എൽ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് പറയൂ എന്തായിരുന്നു, പി എൽ ബൈ എ അല്ലേ. അത് എ എന്ന് പറയുന്നത് വേരി ആവാം, യൂണിഫോം ആവാം, എന്തോ ആവാം. ഡിഫോർമേഷൻ ഡ്യൂ ടു ആക്സിയൽ ലോഡ് നമ്മൾ പഠിച്ചു, പി എൽ ബൈ എ ആണെന്ന്. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, അത് അപ്ലൈ ചെയ്യാം. ഡെൽറ്റ എൽ എന്ന് പറയുന്നത് പി പി തന്നെ ലോഡ് അപ്ലൈ ചെയ്യുന്നത്. എൽ എന്താ, നമ്മളൊരു എലമെൻ്റൽ സ്ട്രിപ്പാണ് കൺസിഡർ ചെയ്യുന്നത്. ആ എലമെൻ്റൽ സ്ട്രിപ്പിൻ്റെ ലെങ്ത് ഡി എക്സ്. ദെൻ ഏരിയ. ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ക്രോസ് സെക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനെ കട്ട് ചെയ്യുന്നു. ഈ എക്സ് ഡിസ്റ്റൻസിൽ കട്ട് ചെയ്ത് അതിൻ്റെ ക്രോസ് സെക്ഷൻ എന്തായിരിക്കും, ക്രോസ് സെക്ഷൻ ഏത് ക്രോസ് സെക്ഷനാണ് വരുന്നത്, കമൻറ്റ് ചെയ്തേ, ഏത് ക്രോസ് സെക്ഷൻ ആയിരിക്കും വരിക. അതായത് ഇപ്പം ഞാൻ ആ ഒരു എക്സ് ഡിസ്റ്റൻസിൽ വെച്ച് അതിനെ കട്ട് ചെയ്താൽ നിങ്ങൾ ലെഫ്റ്റിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ എങ്ങനെയായിരിക്കും വരുന്നത്, അറിയില്ലേ? അതിൻ്റെ ക്രോസ് സെക്ഷൻ എങ്ങനെയായിരിക്കും വരുന്നത്, ഒരു സർക്കുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കില്ലേ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു റോഡ്. ആ റോഡിനെ നിങ്ങൾ സർക്കിൾ, ഓക്കെ, സർക്കുലർ ക്രോസ് സെക്ഷനാണ് കിട്ടുന്നത്. സോ സർക്കുലർ ക്രോസ് സെക്ഷൻ്റെ ഏരിയ നമുക്ക് ഓൾറെഡി അറിയാം, π/4 ഡി സ്ക്വയർ ആണ്, ഇൻറ്റു എന്തുണ്ട്, പി എൽ ബൈ എ ഇ, ഇ ഇൻറ്റു പി എൽ ബൈ എ. ബട്ട് ഇവിടുത്തെ ഡി എനിക്ക് എന്താണ് അറിയില്ല, ആ ഡി നമുക്ക് കണ്ടുപിടിക്കണം. ഡി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇതിൻ്റെ പ്ലാൻ ഒന്ന് വരക്കുകയാണ്. ഇതിൻ്റെ പ്ലാൻ വരക്കുമ്പം ഈ ഒരു എൻഡിൽ ഇങ്ങനെയാണ് വരിക. ഈ ഒരു എൻഡിൽ എന്തുണ്ട്, D1 എന്ന് പറയുന്ന ഡയമീറ്റർ, ഈ എൻഡിൽ D2 എന്ന് പറയുന്ന ഡയമീറ്റർ. ഞാനിവിടെ ഒരു സെക്ഷൻ എടുത്തത് അത് D ആയിരുന്നു. അപ്പോൾ എനിക്ക് D കണ്ടുപിടിക്കാൻ വേണ്ടി ഞാനിതിനെ ട്രയാങ്കിൾസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ഏരിയനെ. ഈ ഒരു പോർഷൻ എന്തായിരിക്കും, ഈ ഒരു സ്മോൾ പോർഷൻ എന്തായിരിക്കും ഒന്ന് പറഞ്ഞു നോക്കിക്കേ. അല്ല പോട്ടെ, ഈ ഒരു പോർഷൻ എന്തായിരിക്കും, ഈ ഒരു പോർഷൻ നിങ്ങൾ സ്ക്രീനിൽ നോക്കുക, ഈ ഒരു പോർഷൻ എന്തായിരിക്കും, അതെത്രയാണ്, ഡി എന്ന് പറയുന്ന ആ എൻറ്റയർ സെക്ഷൻ, അതായത് എക്സ് എന്ന ഡിസ്റ്റൻസിലുള്ള ഡയമീറ്റർ ആണ് ഡി. ആ ഒരു ചെറിയ പോർഷൻ D1 ആയിരിക്കും. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു പോർഷൻ എന്തായിരിക്കും, ഈ ഒരു പോർഷൻ, അതായത് ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പോർഷൻ എന്തായിരിക്കും, പറഞ്ഞേ, ഈ ഒരു സ്മോൾ പോർഷൻ എന്തായിരിക്കും, D2 മൈനസ് D1/2 എന്ന് എഴുതിക്കൂടെ അതിനെ, നോക്കിക്കേ. D2 എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഇവിടം വരെ, D1 എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെ. സോ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് D2 മൈനസ് D1/2 എന്ന് എഴുതിക്കൂടെ. അതുപോലെ ഈ ഒരു സ്മോൾ പോർഷനെ D2 മൈനസ് D1/2 എന്ന് എഴുതിക്കൂടെ. ഒന്ന് നോക്കിക്കേ, ഡൗട്ട് ഉണ്ടോയെന്ന്. അതായത് എൻ്റെ ലോവർ എൻഡിൻ്റെ ഡയമീറ്റർ D1 ആൻഡ് let D2 be the diameter at the higher end, then D is the diameter at a section X. സോ ഞാൻ ഇതിൻ്റെ പ്ലാൻ വരച്ച് ഈക്വലി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്മോൾ പോർഷന് D2 മൈനസ് D1/2 എന്നും ഇവിടെയും D2 മൈനസ് D1/2 എന്നും കിട്ടും. അത് കിട്ടിയിട്ടുണ്ടോ? ഇത് ഓരോ സ്റ്റെപ്പും കറക്റ്റായി മനസ്സിലാക്കി പോയാൽ മാത്രമേ നമുക്ക് എൻ്റെ ഡെറിവേഷൻ ഓക്കെ ആവുള്ളൂ. കമൻറ്റ് ചെയ്തേ. D2 മൈനസ് D1/2 കിട്ടിയിട്ടുണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഇസ് ഇറ്റ് ക്ലിയർ? യെസ്, ഓക്കെ. D2 മൈനസ് D1/2. ഇനി ഈ ഒരു ചെറിയ പോർഷൻ കണ്ടോ, ഈ ഒരു പോർഷനെ ഞാൻ y എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ, അതുപോലെ ഇവിടെയും ഈ ഒരു പോർഷനെ ഞാൻ y എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഞാൻ സിമിലർ ട്രയാങ്കിൾസിൻ്റെ ലോ വെക്കുകയാണ്. അതായത് ഇവിടെ എനിക്ക് കിട്ടി D2 മൈനസ് D1/2. ഇതിനെ ഞാൻ y എന്ന് ഡിനോട്ട് ചെയ്തു. ഇത് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ്, ഇത് എൽ. അതായത് മുകളിലുള്ള ഫിഗർ തന്നെ ഞാനൊന്ന് ട്രയാങ്കിൾ മാത്രം എടുത്ത് വരച്ചേക്കാണ്. ആ ഒരു ഈ ഒരു സ്മോൾ പോർഷൻ ഞാൻ D2 മൈനസ് D1 ഓൾറെഡി കിട്ടി. ഇതിനെ ഞാൻ ലെറ്റ് y ബി ദിസ് ഡിസ്റ്റൻസ് ആൻഡ് എക്സ് മീറ്റർ അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ആൻഡ് ലെറ്റ് എൽ ബി ദ ലെങ്ത് ഓഫ് ദി സെക്ഷൻ. സോ ഇവിടെ സിമിലർ ട്രയാങ്കിൾസിൻ്റെ ലോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടും D2 മൈനസ് D1/2
ടു എൽ എന്ന് പറയുന്നത് വൈ ബൈ എക്സ്, അതായത് അഡ്ജസൻറ്റ് സൈഡ്സിൻ്റെ റേഷ്യോ എടുക്കുകയാണ്. ഇവിടെ എന്താണ് ഇതൊരു സ്മോൾ ട്രയാങ്കിളും എൻ്റെ വലിയൊരു ട്രയാങ്കിളും ഉണ്ട്. ഇവിടുത്തെ സ്മോൾ ട്രയാങ്കിളിൻ്റെ സൈഡ് വൈ ഡിവൈഡഡ് ബൈ ഈ സൈഡ് എക്സ്, അതായത് വൈ ബൈ എക്സ് ഈസ് ഈക്വൽ ടു ഈ ഒരു സൈഡ് d2 മൈനസ് d1/2, അതിൻ്റെ ലോങ് സൈഡ് എൽ. സോ എനിക്ക് ഇങ്ങനെ എഴുതാം, വൈ ബൈ എക്സ് ഈസ് ഈക്വൽ ടു d2 മൈനസ് d1/2l. അത് മനസ്സിലായിട്ടുണ്ടോ? വൈ ബൈ എക്സ് ഈസ് ഈക്വൽ ടു d2 മൈനസ് d1/2l. ക്ലിയർ ആയോ? ചെയ്തെത്തിയിട്ടുണ്ടോ അവിടെ വരെ? d2 മൈനസ് d1/2l. ഓക്കെ, അതിൽ നിന്ന് എനിക്ക് y എഴുതാൻ പറ്റും d2 മൈനസ് d1/2l ഇൻറ്റു എക്സ്. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ y ഇൻ ടേംസ് ഓഫ് എക്സ്. എക്സിൻ്റെ ടേംസിൽ നമുക്ക് വൈനെ എഴുതുന്നതാണ് d2 മൈനസ് d1/2l ഇൻറ്റു എക്സ്. ഓക്കെ, ക്ലിയർ? ക്ലിയർ ആണോ? യെസ്, d2 അപ്പം y എനിക്ക് കിട്ടി d2 മൈനസ് d1/2l ഇൻറ്റു എക്സ്. സോ എൻ്റെ ഡെൽറ്റയിലെ ഡെറിവേഷൻ ഇക്വേഷൻ എന്തായിരുന്നു? പി എല്ലിന് പകരം ഡി എക്സ് ഡിവൈഡഡ് ബൈ ഏരിയക്ക് പകരം 5/4 ഇൻറ്റു ഡി ആണ് വേണ്ടത്. അപ്പോൾ ഓക്കെ, നമ്മളിപ്പം ഡി കണ്ടുപിടിച്ചിട്ടില്ല, വൈ മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇവിടെ ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് പറഞ്ഞു നോക്കിക്കേ. ഡി ഈസ് ഈക്വൽ ടു d1 പ്ലസ് 2y എന്ന് എഴുതിക്കൂടെ? അതായത് ഈ ഡി എൻ്റെ ഡി എന്ന് പറയുന്നത് d1 എന്ന് പറഞ്ഞ ഈ പോർഷൻ പ്ലസ് 2 ഇൻറ്റു വൈ, അതായത് ഈ വൈ പ്ലസ് ഈ വൈ. സോ d ഈസ് ഈക്വൽ ടു d1 പ്ലസ് 2y എന്ന് എഴുതാം. ദാറ്റ് ഈസ് d1 പ്ലസ് 2 ഇൻറ്റു വൈക്ക് എനിക്ക് കിട്ടി d2 മൈനസ് d1/2l ഇൻറ്റു എക്സ്. സോ അതിനൊന്ന് മാറ്റി എഴുതിക്കാൻ d1 പ്ലസ് d1 d1 കട്ടായി പോകും. എന്ത് കിട്ടും? d1 ഓക്കെ, d1 പ്ലസ് 2 കട്ടായി പോയി, ബാക്കി എന്ത് കിട്ടും? d2 മൈനസ് d1/l ഇൻറ്റു എക്സ്. എക്സ്. ഈ d2 മൈനസ് d1/lനെ ഞാൻ പുട്ട് k എന്ന് വിളിച്ചു. പുട്ട് k ഈസ് ഈക്വൽ ടു d2 മൈനസ് d1/l. k എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? d ഈസ് ഈക്വൽ ടു d1 പ്ലസ് കെ എക്സ് എന്ന് കിട്ടും. ഇവിടെ വരെ എത്തിയോ? ഞാൻ ഒന്നുകൂടെ അത് പറയാം. അതായത് നമുക്ക് ഓൾറെഡി കിട്ടിയത് y ഈസ് ഈക്വൽ ടു d1 മൈനസ് എന്തായിരുന്നു y കിട്ടിയതെന്ന് കമൻറ്റ് ചെയ്തേ. y എന്തായിരുന്നു? y എന്താ കിട്ടിയത്? y ഈസ് ഈക്വൽ ടു d2 മൈനസ് d1/2l ഇൻറ്റു എക്സ് ആണ് y കിട്ടിയത്. അപ്പോൾ ആ ഒരു ഫിഗർ നമുക്ക് മനസ്സിലാവുന്നത് ഇതാ, ഈ y എന്ന് പറയുന്നത് ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ മതി? d1 പ്ലസ് 2y ആണ് നമ്മുടെ d എന്ന് പറയുന്നത്. സോ നമുക്ക് ഡീനെ എങ്ങനെ എഴുതാം? നിങ്ങൾ തന്നെ ചെയ്തോളൂ. d ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? d1ൻ്റെ കൂടെ 2 ടൈംസ് y ആഡ് ചെയ്താൽ മതി. സോ d1 പ്ലസ് 2 ഇൻറ്റു y എന്താണ്? d2 മൈനസ് d1/2l ഇൻറ്റു എക്സ് ആണ്. സോ d1 പ്ലസ് d2 മൈനസ് d1/l ഇൻറ്റു എക്സ് എന്ന് എഴുതാം. സോ ഞാൻ പുട്ട് k ഈസ് ഈക്വൽ ടു ഒരു വാല്യൂ കൊടുക്കുകയാണ്. നമ്മുടെ ഈ ഡെറിവേഷൻ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് d2 മൈനസ് d1/lനെ ഞാൻ k എന്ന് വിളിക്കുകയാണെങ്കിൽ നമുക്ക് ഡീനെ വീണ്ടും എങ്ങനെ എഴുതാം? d1 പ്ലസ് കെ എക്സ് എന്ന് എഴുതാം. ഇത് കിട്ടിയോ? ഡെറിവേഷൻ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് k എന്ന് പറയുന്ന ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റീനെ കൊണ്ടുവന്നത്. ദാറ്റ് k ഈസ് ഈക്വൽ ടു പുട്ട് k ഈസ് ഈക്വൽ ടു d2 മൈനസ് d1/l. സോ ഓൾറെഡി ഉള്ള ഡിയുടെ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം? d ഈസ് ഈക്വൽ ടു d1 പ്ലസ് കെ എക്സ്. ഇവിടെ വരെ കറക്റ്റായിട്ട് മനസ്സിലാവാത്തവരുണ്ടോ? ഫർഹാന,
ഫർഹാന ഇത് ചെയ്ത് കഴിഞ്ഞോ? ക്ലിയർ? ഓക്കെ. അപ്പം നമുക്ക് ഡി എന്ന് പറയുന്നത് കിട്ടി. നെക്സ്റ്റ് ഇനി നമുക്ക് വേണ്ട ഡീഫോർമേഷൻ്റെ എക്സ്പ്രഷനിലേക്ക്, അതായത് ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു പി എൽ ബൈ എ ഇ എന്ന് പറയുന്ന എക്സ്പ്രഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡീനെ π/4 d² ആയിരുന്നു ഏരിയ, പി ഡി എക്സ് ഡിവൈഡഡ് ബൈ π/4 ഇൻറ്റു ഡി എന്താണ്? d1 പ്ലസ് കെ എക്സ് ആയിരുന്നു. അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇൻറ്റു ഇ. അതിനെങ്ങനെ മാറ്റി എഴുതാം? പി ബൈ അല്ലെങ്കിൽ 4p/π ഈ കോമൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ, ഇനി 4p/π ഈ കോമൺ ആക്കി വെക്കുന്നതിന് നമ്മുടെ ഞാൻ നേരത്തെ എടുത്തത് ഇതാ ഈ ഒരു സെഗ്മെൻറ്റിലെ ഈ ഒരു പോർഷനിലുള്ള ഡിഫോർമേഷൻ മാത്രമാണ് ഈ ഡി എൽ, ഡെൽറ്റ എൽ എന്ന് പറയുന്നത്. സോ എൻറ്റയർ ഈ ഒരു സ്ട്രക്ചറിൽ പി എന്ന് പറയുന്ന ലോഡ് കാരണം ഉണ്ടായ ഡിഫോർമേഷൻ എന്തായിരിക്കും? അതായത് നമ്മൾ കൺസിഡർ ചെയ്തത് ഒരു എക്സ് ഡിസ്റ്റൻസിലുള്ള ഡി എക്സ് എന്ന് പറയുന്ന എലമെൻ്റൽ സ്ട്രിപ്പ് മാത്രമാണ്. അവിടെ ഉണ്ടായിരുന്ന ഡിഫോർമേഷനാണ് സ്മോൾ ഡെൽറ്റ എൽ. സോ എൻ്റെ സ്ട്രക്ചറിൽ ഡെൽറ്റ എൽ അല്ലെങ്കിൽ എൻ്റെ സ്ട്രക്ചറിലുള്ള ഡിഫോർമേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ നമുക്ക് എന്ത് കിട്ടും? ഈ 4p/π ഇതിനെ കോമൺ ആക്കി വെച്ച് ഇൻ്റഗ്രൽ 0 തൊട്ട് എൽ വരെ 1/d1 പ്ലസ് കെ എക്സിനെ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്താലാണ് നമുക്ക് എൻറ്റയർ ബോഡിയിലുണ്ടായ ഡിഫോർമേഷൻ ഡ്യൂ ടു ലോഡ് കിട്ടുന്നത്. ക്ലിയർ ആണോ? ഇൻ്റഗ്രേഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചതല്ലേ? ക്ലിയർ ആണോ? ക്ലിയർ? ഐ എം ഹോപ്പിംഗ് ഓൾ നോ. ഓക്കെ ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം, ആർക്കൊക്കെ ക്ലിയർ ആയിട്ടില്ല. നമ്മൾ ജസ്റ്റ് എനിക്ക് വേണ്ടത് ഡിഫോർമേഷൻ ഡ്യൂ ടു ലോഡ് ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു പി എൽ ബൈ എ ഇ ആണ്. പി അതുപോലെ തന്നെ വെക്കാം. ഞാനൊരു എലമെൻ്റൽ സ്ട്രിപ്പ് ഡി എക്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അവിടെ ഉണ്ടായ ഏരിയ എന്ന് പറയുന്നത് π/4 d² ആണ്. ആൻഡ് ഇ ഇതിൽ ഡി കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇത്ര നേരം നമ്മൾ ചെയ്തത്. എന്ത്? ഒരു സിമിലർ ട്രയാങ്കിൾസ് ഒക്കെ സോൾവ് ചെയ്ത് ഇതാണ് ഡി. ഇവിടുത്തെ ഡി എന്ന് പറയുന്നത് നമുക്ക് d1 പ്ലസ് 2y എന്ന് എഴുതാം. ആ വൈക്ക് എക്സിൻ്റെ ടേമിൽ നമ്മൾ ഒരു എക്സ്പ്രഷൻ കിട്ടി. സോ ഡീനെ നമ്മൾ അത് മനസ്സിലായിട്ടുണ്ടോ? d1 പ്ലസ് കെ എക്സ് എന്ന് എഴുതിയത്, ഡീന് d1 പ്ലസ് കെ എക്സ് എന്ന് എഴുതിയത് മനസ്സിലായിട്ടുണ്ടോ? യെസ്. ഓക്കെ, ഇനി എന്ത് വേണം? നോ, ഫിദ ഇവിടെ ശ്രദ്ധിക്കേ. ഇത് ഭയങ്കര എന്താണ് സിമ്പിളാണോ അതുമല്ല, ഞാൻ ഭയങ്കര സ്ലോയിലാണ് എടുക്കുന്നത്. ഇത് എവിടെ ശ്രദ്ധിക്കേ. ഇതാണ് എൻ്റെ, ഞാൻ ഒന്നും കൂടെ, ഇതൊക്കെ മാത്രമല്ല, മനസ്സിലാവാത്തവരെല്ലാവരും ഇവിടെ ഒന്നുകൂടി ശ്രദ്ധിച്ചോ. d1 എന്ന് പറയുന്ന ലോവർ എൻഡിലെ ഡയമീറ്റർ, d2 എന്ന് പറയുന്ന ഹയർ എൻഡിലെ ഡയമീറ്റർ, d ആണ് അറ്റ് എ സെക്ഷൻ എക്സിലെ ഡയമീറ്റർ. സോ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ ഇങ്ങനെ ട്രയാങ്കിൾസ് ആക്കി മാറ്റി. എന്നിട്ട് ഇവിടെ y എന്ന് ഡിനോട്ട് ചെയ്തു, ഈ ഒരു പോർഷനെ y എന്ന് ഡിനോട്ട് ചെയ്തു. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് d2 മൈനസ് d1/2 ആയിരിക്കും. കാരണം ഇത് എന്ന് പറയുന്നത് ഹയർ എൻഡ് d2, ലോവർ എൻഡ് 3 എന്ന് പറയുന്നത് d1. സോ ഇതിന് എനിക്ക് എന്ത് കിട്ടും? d2 മൈനസ് d1/2. അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ എനിക്ക് d2 മൈനസ് d1/2 കിട്ടും. എന്നിട്ട് ഞാൻ ഈ സിമിലർ ട്രയാങ്കിൾസ് സോൾവ് ചെയ്യാണ്. ഈ വലിയ ട്രയാങ്കിളും ഈ ചെറിയ ട്രയാങ്കിളും സോൾവ് ചെയ്യാണ്. ദാറ്റ് ഈസ് y/x, അതായത് ഈ ഒരു ചെറിയ ട്രയാങ്കിളിൻ്റെ y എന്ന് പറയുന്ന സൈഡ് ഡിവൈഡഡ് ബൈ എക്സ്, ഇതാണ് എക്സ്, ഈക്വൽ ടു ഈ വലിയ ട്രയാങ്കിളിൻ്റെ d2 മൈനസ് d1/2 d2 മൈനസ് d1/2 ബൈ ഈ ഒരു എൻറ്റയർ ലെങ്ത് എന്ന് പറയുന്നത് L. സോ d2 മൈനസ് d1 ഡിവൈഡഡ് ബൈ 2L എന്ന് എഴുതാം. അതിനെനിക്ക് വൈനെ എക്സിൻ്റെ ടേമിൽ എന്ത് കിട്ടും? d2 മൈനസ് d1/2L ഇൻറ്റു എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഇത്രയും മനസ്സിലായോ ഫിദ? ഇത്രയും മനസ്സിലായോ? യെസ്. ഓക്കെ, നെക്സ്റ്റ് ഇനി വേണ്ടത് എനിക്ക് ഡി ആണ് വേണ്ടത് അല്ലേ? ഈ ഒരു എക്സ്പ്രഷൻ എനിക്ക് ഡി ആണ് വേണ്ടത്. ആ ഡിയിലേക്ക് പോകാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്താൽ മതി? d1 പ്ലസ് 2y അല്ലേ ഡി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് d1 പ്ലസ് 2 ഇൻറ്റു y എന്ന് പറയുന്നത് എന്താ? d2 മൈനസ് d1/2L ഇൻറ്റു എക്സ്. ഈ 2 കട്ടായി പോയി.
ബാക്കി d1 പ്ലസ് d2 മൈനസ് d1 ബൈ എൽ ഇൻറ്റു എക്സ്. നിങ്ങൾ ചോദിക്കും അതവിടെ കട്ട് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ നിങ്ങളെ ഇഷ്ടം. പക്ഷേ നമ്മൾ ഒരു സിംപ്ലിസിറ്റിക്ക് വേണ്ടി കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റിനെ കൊണ്ടുവരുവാണ്. ആ കോൺസ്റ്റൻറ്റ് d2 മൈനസ് d1 ബൈ എല്ലിനെ ഞാൻ ജസ്റ്റ് എന്ത് വിളിച്ചു, കെ എന്ന് വിളിക്കുവാണ്. അതാർക്കും ഡൗട്ട് വരേണ്ട ആവശ്യമില്ല. നമ്മളെ ഡെറിവേഷൻ സിമ്പിൾ ആക്കാൻ വേണ്ടി ജസ്റ്റ് d2 മൈനസ് d1 ബൈ എല്ലിനെ കെ എന്ന് ഞാൻ ഡിനോട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പം ഡി ഈസ് ഈക്വൽ ടു d1 പ്ലസ് കെ എക്സ് എന്ന് വിളിച്ചൂടെ? അത് മനസ്സിലായിട്ടുണ്ടോ ഫിദ? ഡി ഈസ് ഈക്വൽ ടു d1 പ്ലസ് കെ എക്സ്. യെസ്. ഓക്കെ, നെക്സ്റ്റ് ഇനി എൻ്റെ ഡെറിവേഷനിലേക്ക് ഞാൻ ആ എക്സ്പ്രഷനും കൂടെ കൊണ്ടുവരാം. അതായത് ഡിഫോർമേഷൻ ഡ്യൂ ടു ലോഡ് പി എന്ന് പറയുന്നത് പി ഇൻറ്റു എലമെൻ്ററി സ്ട്രിപ്പാണ് ഞാൻ കൺസിഡർ ചെയ്തത്. സോ ഡി എക്സ് π/4 ഇൻറ്റു ഡിക്ക് പകരം ആണ് എനിക്ക് കിട്ടിയ d1 പ്ലസ് കെ എക്സ് π/4 ഡി സ്ക്വയർ ആണ് ഏരിയ ഇൻറ്റു പി എൽ ബൈ എ. ഇതെന്താണ്? ഡ്യൂ ടു എലമെൻ്റൽ സ്ട്രിപ്പ് ഡി എക്സ് കാരണമാണ് ഇത്രയും ഡിഫോർമേഷൻ ഉണ്ടായത്. സോ എൻറ്റയർ സ്ട്രക്ചറിലുള്ള ഡിഫോർമേഷൻ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ഇതിനെ ഞാൻ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇവിടുന്ന് ഇവിടം വരെ 0 തൊട്ട് എൽ വരെ പി ഡി എക്സ് ഡിവൈഡഡ് ബൈ π/4 ഇൻറ്റു d1 പ്ലസ് കെ എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇ. ഓക്കെ, ഇതിലെ കോൺസ്റ്റൻസ് ഒക്കെ ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. 4 മുകളിലേക്ക് പോയി 4p/πe കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്തേക്ക് വെച്ചു. വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ചെയ്യുന്നത്. സോ പറഞ്ഞേ 1/x ഇൻ്റഗ്രൽ എന്തായിരിക്കും? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലേ? ചെയ്തു വയ്ക്കോ, സ്വന്തമായിട്ട് തന്നെ എഴുതിക്കോ. 1/x എന്ന് പറയുന്നത് എന്താ? മുകളിലേക്ക് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് d1 പ്ലസ് കെ എക്സ് ഓൾ റൈസ് ടു -1 ഡിവൈഡഡ് ബൈ -k എന്ന് വിളിക്കാം, 0 തൊട്ട് എൽ വരെ. ഇതിൽ ഡൗട്ടുണ്ടോ? ഇൻ്റഗ്രേഷനാണ്, ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾ 10th പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്നതാണ്. അതായത് 1/x സ്ക്വയറിൻ്റെ അതായത് എക്സ് റേസ് ടു -2 ആണ്. -2 പ്ലസ് 1 എന്തായി? -1 ഡിവൈഡഡ് ബൈ കെയുടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് -k. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. അതായത് ഇതിനെ 4p/πe പുറത്തേക്ക് എടുത്തിട്ട് ഇൻ്റഗ്രൽ 0 ടു എൽ 1/d1 പ്ലസ് കെ എക്സ് ഹോൾ സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തു. അപ്പോഴാണ് എനിക്കിത് കിട്ടിയത്, 4p/πe ഇൻറ്റു d1 പ്ലസ് കെ എക്സ് ദ ഹോൾ റേസ് ടു -1 ഡിവൈഡഡ് ബൈ -k. എവിടെ മുതൽ എവിടെ വരെ? 0 മുതൽ എൽ വരെ. ഓക്കെ ആണോ? മനസ്സിലായിനോ ഫിദ? ഇത് ക്ലിയർ ആയിട്ടുണ്ടോ? ക്ലിയർ? യെസ്. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്ത് അപ്ലൈ ചെയ്താൽ മതി? ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി. അതായത് നമ്മുടെ ഈ -k പുറത്തേക്ക് വന്നാൽ -4p ഡിവൈഡഡ് ബൈ k/e എന്ന് എനിക്ക് വെക്കാം. ദെൻ എന്തുണ്ട്? ഈ റൈസ് ടു -1നെ ഞാൻ വീണ്ടും 1/d1 പ്ലസ് കെ എൽ -1/d1 പ്ലസ് കെ ഇൻറ്റു 0 ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ എന്ത് വരും? -4p/k/e ഇൻറ്റു 1/d1 പ്ലസ് കെ എൽ എന്ന് വിളിക്കാം. -1/d1 എന്ന് വിളിക്കാം. ഇതിൽ എന്ത് ചെയ്താൽ മതി? ഈ കെനെ വീണ്ടും ഞാൻ എന്ത് ചെയ്തു? കെയുടെ വാല്യൂ തന്നെ അപ്ലൈ ചെയ്യാണ്. -4p/k എന്തായിരുന്നു? d2 മൈനസ് d1 ബൈ എൽ ഇൻറ്റു πe അവിടെ ഓൾറെഡി ഉള്ളത് 1/d1 പ്ലസ് കെ എന്താ? d2 മൈനസ് d1 ബൈ എൽ ഇൻറ്റു എൽ -1/d1. നിങ്ങൾ ലിമിറ്റ് അപ്ലൈ ചെയ്തോ? എൻ്റെത് നോക്കണ്ട. എൻ്റെത് നോക്കുമ്പോൾ കൺഫ്യൂഷൻ ആവും. നിങ്ങൾ തന്നെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് എൻ്റെ വാല്യൂ കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. -4p/k/e ആയിരുന്നു ഉള്ളത് ഇൻറ്റു 1/d1 പ്ലസ് കെ എൽ -1/d1 ആണ് ഉള്ളത്. ഇതിനെ ഞാൻ കെയുടെ വാല്യൂ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. -4p/k എന്താണ്? d2 മൈനസ് d1 ബൈ എൽ ഇൻറ്റു πe ഡിവൈഡഡ് ബൈ 1/d1 പ്ലസ് കെ എന്താ? d2 മൈനസ് d1 ബൈ എൽ ഇൻറ്റു എൽ അവിടെയുള്ളത് തന്നെ -1/d1 ഇത്രയും കിട്ടും. സോ
ഇവിടെ പോകാനുള്ളതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയാം. -4p/d2 - d1 ഇൻറ്റു പൈ ഇ. നിങ്ങൾ എൻ്റെ നോക്കണ്ട, സ്വന്തമായിട്ട് ചെയ്തോളൂ. 1/d2 - 1/d1 കിട്ടും. സോ -4p/d2 - d1 ഇൻറ്റു പൈ ഇ ഇൻറ്റു d1 - d2 / d1 d2. സോ ഇതിനെ എന്ത് ചെയ്യാം? ഈ d1 - d2 d2 - d1 നമുക്ക് കട്ട് ചെയ്യാം. സോ മൈനസ് പോയി 4p/പൈ ഇ ഇൻറ്റു 4pl ഇല്ലേ, ഈ എൽ മുകളിലേക്ക് വന്ന ഇവിടെ എൽ ഉണ്ടായിരുന്നേ. -4pl/പൈ ഇ ഇൻറ്റു d1 - d2 d2 - d1 കട്ടായിപ്പോയി. ബാക്കി എന്ത് വരും? d1 d2. ദാറ്റ് ഈസ് 4pl/പൈ ഇ d1 d2. ലാസ്റ്റ് വരേണ്ട ആൻസർ എന്ന് പറയുന്നത് ഡിഫോമേഷൻ ഡ്യൂ ടു അപ്ലൈഡ് ലോഡ് P delta L is equal to 4pl/പൈ ഇ d1 d2. എൽ സ്മോൾ ആണോ നിങ്ങൾ എടുത്തത്? ആദ്യം നമ്മൾ സ്മോൾ ലെറ്റർ എല്ലാം എടുത്തെങ്കിൽ സ്മോൾ ലെറ്റർ എൽ തന്നെ കൊടുക്കണേ. 4pl/പൈ ഇ d1 d2. ഇവിടെ വരെ മനസ്സിലാവാത്തവരുണ്ടോ? ജസ്റ്റ് റൈസ് യുവർ ഹാൻഡ്. ഇൻ്റഗ്രേഷൻ ആണ്, അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഈ ആൻസർ വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ജസ്റ്റ് റൈസ് യുവർ ഹാൻഡ്. നിങ്ങൾക്ക് ഈ ഡെറിവേഷൻ കിട്ടിയില്ല, ഈ എക്സ്പ്രഷൻ കിട്ടിയില്ല എങ്കിൽ ജസ്റ്റ് കമൻറ്റ്. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ ആയോ എല്ലാവർക്കും? എത്തിയില്ല? ചെയ്തു കഴിഞ്ഞില്ല? ടൈം ആണോ? ഓക്കെ, ജസ്റ്റ് ഡു യുവർ വർക്ക്. ഓക്കെ, ഇതൊക്കെ നെഗറ്റീവ് ഇല്ലേ? നെഗറ്റീവ് ഉണ്ടാവില്ല. കാര്യം എന്താ? ഈ d2 - d1 ആണ് അടിയിൽ. ഡിനോമിനേറ്ററിൽ, ന്യൂമറേറ്ററിൽ എന്താണ്? d1 - d2 ആണ്. ഡിനോമിനേറ്ററിൽ d2 - d1 ആണ്. സോ ഇതിനെ ഞാൻ ഒരു നെഗറ്റീവ് പുറത്തേക്ക് എടുക്കുമ്പോഴാണ് അത് കട്ടായി പോകുന്നത്. സോ ഓൾറെഡി -4pl ഉള്ള നെഗറ്റീവും ഈ ഇതിനകത്തുനിന്ന് ഒരു നെഗറ്റീവ് പുറത്തേക്ക് എടുത്തതും കൂടെ കട്ടായിപ്പോയി. നെഗറ്റീവ് വരില്ല. നെഗറ്റീവിൽ ഡൗട്ടുണ്ടോ? d1 - d2 d2 - d1 അല്ലേ? ഓക്കെ, എല്ലാവരും ചെയ്ത് കഴിഞ്ഞോ? ഓക്കെ മിസ്. ഓക്കെ. അപ്പം നമുക്ക് നമുക്ക് ഒന്നും കൂടെ ഞാൻ പറയാം. നമ്മളിപ്പോൾ പഠിച്ച 3 ഡെറിവേഷൻസ് ആണ്. അതായത് ഡിഫോമേഷൻ ഓഫ് എ ബോഡി ഡ്യൂ ടു ലോഡ് പി നമ്മൾ പഠിച്ചു, PL/AE. പിന്നെ പഠിച്ചതാണ് ഡിഫോമേഷൻ ഓഫ് എ ബോഡി ഡ്യൂ ടു സെൽഫ് വെയ്റ്റ് W ആണ്, WL/2A. വീണ്ടും പറയുന്നത് ഇതൊക്കെ നമുക്ക് ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇത് രണ്ടും ഡിഫോമേഷൻ ഓഫ് എ ബോഡി ഡ്യൂ ടു ലോഡ് പിയും ഡിഫോമേഷൻ ഓഫ് എ ബോഡി ഡ്യൂ ടു സെൽഫ് വെയ്റ്റും എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ യൂണിഫോം ആയിട്ടുള്ളതാണ്. യൂണിഫോം ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലുള്ള ഡിഫോമേഷൻ ഓഫ് എ ബോഡി ഡ്യൂ ടു ലോഡ് P is equal to PL/AE ആൻഡ് യൂണിഫോം ക്രോസ് സെക്ഷനിലുള്ള ഡിഫോമേഷൻ ഓഫ് ബോഡി ഡ്യൂ ടു സെൽഫ് വെയ്റ്റ് W is equal to WL/2AE. ഇപ്പം നമ്മൾ പഠിച്ച ഡെറിവേഷൻ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നോട്ട് യൂണിഫോം ഓർ വേരിയിങ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലുള്ള ഒന്നാണ് പഠിച്ചത്. ടാപ്പറിങ് ആയിട്ടുള്ള ക്രോസ് സെക്ഷനിലുള്ള ഡിഫോമേഷൻ ഡ്യൂ ടു ലോഡ് പി ആണ് നമുക്ക് കിട്ടിയ എന്തെന്ന്? 4pl/പൈ ഇ d1 d2 അല്ലേ? അതായത് ടാപ്പറിങ് എന്ന് പറയുന്നത് ഇങ്ങനെ. അതിൽ d1 എന്താ d2 എന്താന്ന് മനസ്സിലായില്ലേ? d1 ലോവർ എൻഡ്, d2 ഹയർ എൻഡ്, L എന്ന് പറയുന്ന ലെങ്ത്ത്, പിന്നെന്താ പൈ എന്ന് പറയുന്നത് പൈ കോൺസ്റ്റൻറ്റ്, ഇ എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, and P എന്ന് പറയുന്നത് അപ്ലൈഡ് ലോഡ്. സോ when a body which is of varying cross section is subjected to
an axial load of P, then deformation due to that load is equal to 4PL by pi E d1 d2, where P is the applied load P, then L is the length of the cross section, E is the Young's modulus of elasticity, d1 is the diameter at the lower end, d2 is the diameter at the higher end. സോ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? യെസ്. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ഡെറിവേഷൻ, ഈ ഡെറിവേഷൻസ് ഒക്കെ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ നോട്ടിൽ ഉണ്ടായിരിക്കണം, ചെയ്യാൻ അറിഞ്ഞിരിക്കണം. നമുക്ക് ഇതിൻ്റെയൊക്കെ പ്രോബ്ലംസ് ഓഫ്ലൈനായിട്ട് മാത്രമേ പ്രോബ്ലംസ് ഞാൻ ചെയ്യുള്ളൂ. സോ ഇതിൻ്റെയൊക്കെ ഡെറിവേഷൻസിൻ്റെ നോട്ട് കയ്യിൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് ബ്രേക്ക് എത്ര മണിക്കാണ്? 9:40 to 10:10 അല്ലേ ക്ലാസ്? കമൻറ്റ് ചെയ്തേ. Okay. Next is the deformation of a body due to axial load P. Then deformation of a body due to axial load P. Body due to load P. പക്ഷേ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഏതാണ്? വേരിയിങ് ക്രോസ് സെക്ഷൻ. നമ്മൾ ഓൾറെഡി പഠിച്ചു ഇപ്പോൾ വേരിയിങ് ക്രോസ് സെക്ഷൻ ആയിട്ടുള്ള ഒരു ഏത് സർക്കുലർ ക്രോസ് സെക്ഷൻ. ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ്? ഒരു സർക്കുലർ ക്രോസ് സെക്ഷൻ്റെ വേരിയിങ് ക്രോസ് സെക്ഷൻ്റെ നമ്മൾ ഡെൽറ്റ എൽ പഠിച്ചു, 4PL by pi E d1 d2. നെക്സ്റ്റ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ക്രോസ് സെക്ഷൻ. ഈ ഒരു ക്രോസ് സെക്ഷൻ്റെ പ്രത്യേകത എന്താ? ഇത് യൂണിഫോം ക്രോസ് സെക്ഷൻ ആണോ? അല്ല. ക്രോസ് സെക്ഷൻ എന്താ? ഏതൊരു എക്സ് എടുത്താലും ക്രോസ് സെക്ഷൻ വേരി ചെയ്തുകൊണ്ട്, ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഏതെടുത്താലും ക്രോസ് സെക്ഷൻ വേരി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. സോ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഒരു വേരിയിങ് ക്രോസ് സെക്ഷൻ ഉണ്ട്. അതിൻ്റെ ഹയർ എൻഡ് ഞാൻ എ എന്ന് വിളിച്ചു, സ്മോൾ ലെറ്റ് എൽ ബി എ ബി ദ സൈഡ്, അല്ലെങ്കിൽ ലെറ്റ് എ ബി ദ ഡിസ്റ്റൻസ് ഓഫ് ഹയർ എൻഡ് ആൻഡ് ബി ബി ദ ലോവർ എൻഡിലെ ഡിസ്റ്റൻസ്. ഇപ്പം നിങ്ങൾ ചോദിക്കും തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചത് ഇത് തന്നെയല്ലേ? അല്ല, തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ എന്തായിരുന്നു? സർക്കുലർ ക്രോസ് സെക്ഷൻ ആയിരുന്നു. വേരിയിങ് ക്രോസ് സെക്ഷൻ തന്നെ, പക്ഷേ സർക്കുലർ ക്രോസ് സെക്ഷൻ ആയിട്ടുള്ളതാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ ആണ് ഇവിടെ വരിക അല്ലേ? അപ്പോൾ എ എന്ന് പറയുന്ന ഹയർ എൻഡും ബി എന്ന് പറയുന്ന ലോവർ എൻഡും ഉണ്ട്. ഇതാണ് എ. എൽ എന്ന് പറയുന്ന ലെങ്ത് ഉള്ള സെക്ഷൻ. ഇവിടെ ഏരിയ എ എന്ന് എടുക്കാൻ പറ്റില്ല നമുക്ക്, ഏരിയ എന്താണ്? വേരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇതേ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച അതേ ഡെറിവേഷൻ പോലെ നമുക്ക് ഒരു എക്സ്പ്രഷൻ കൂടെ കണ്ടുപിടിക്കണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. പറഞ്ഞോ. ഡിഫോർമേഷൻ ഡ്യൂ ടു ലോഡ് പി ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു, പറഞ്ഞോ. ഡിഫോർമേഷൻ ഡ്യൂ ടു, ഫർഹാന പറഞ്ഞോളൂ. ഡിഫോർമേഷൻ ഡ്യൂ ടു ലോഡ് പി ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു PL by AE. ഓക്കെ, PL by A ആണ് ഡിഫോർമേഷൻ. സോ പി എന്ന് പറയുന്നത് ഞാനിവിടെ എന്താണ്? ലോഡ് അപ്ലൈ, ആക്സിയൽ ലോഡ് പി അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ സോ ഡെൽറ്റ എല്ലിന് പി തന്നെ കൊടുക്കാം. ഇനി ഞാൻ ഒരു എലമെൻറ്റ് സ്ട്രിപ്പ്, നേരത്തെ പോലെ അതേപോലെ തന്നെ ഞാൻ ഒരു എലമെൻ്റ് സ്ട്രിപ്പാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു എലമെൻ്റൽ സ്ട്രിപ്പ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ഹയർ എൻഡ് ആൻഡ് എലമെൻ്റൽ സ്ട്രിപ്പിൻ്റെ ലെങ്ത് dx ആണ്. സോ എലമെൻ്റൽ സ്ട്രിപ്പിൻ്റെ ലെങ്ത് dx ആണ് വരുന്നത്. സോ എന്താ നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കണം? ഈ ഒരു നമ്മൾ നേരത്തെ സെയിം ഡെറിവേഷൻ ഓർമ്മിച്ചാൽ മതി. നേരത്തെ എടുത്ത ഈ ഡി കണ്ടുപിടിച്ചത് പോലെ ഇവിടെ d1 d2 ഉണ്ടായിരുന്നപ്പോൾ ഡി കണ്ടുപിടിച്ചതുപോലെ നമുക്ക് വേണ്ടത് സി. ഈ കേസിൽ സി, ഈ ഒരു പോർഷനിലുള്ള ആ ഒരു ലെങ്ത് സി കണ്ടുപിടിക്കണം. സി ഈസ് ഈക്വൽ ടു, നിങ്ങൾ ഇതുപോലെ എന്ത് ചെയ്ത് നോക്കാം? നേരത്തെ എടുത്തതുപോലെ ഈ ഒരു സെക്ഷനെ നമ്മൾ ഡിവൈഡ് ചെയ്ത്, ഇത് ബി ആണ്, ഇത് മൊത്തം എ ആണ്, ഇവിടെ എന്ത് തന്നെ വരും?
ഈ ഒരു സെക്ഷൻ എടുക്കുക, സി വരും. ഇവിടെ വൈ എന്ന് കൊടുക്കുക, ഇവിടെയും വൈ എന്ന് കൊടുക്കുക. ഇത് എക്സ് വരും, ഇത് എൽ വരും. സോ നമുക്ക് ഇത് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, നേരത്തെ ഈക്വൽ ട്രയാങ്കിൾസ് എടുത്ത് സൈഡ്സ് സോൾവ് ചെയ്തപ്പം കിട്ടിയതുപോലെ സിക്ക് നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടും. ഞാൻ വീണ്ടും ചെയ്യുന്നില്ല. എ മൈനസ് ബി ബൈ എൽ ഇൻറ്റു എക്സ്. ഇങ്ങനെയും എടുക്കാം, അല്ല ബിയുടെ ടേമിലാണെങ്കിൽ ബി പ്ലസ് സം വാല്യൂ എന്ന് വരും അല്ലേ. ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സെക്ഷൻ. എ എന്ന് പറയുന്ന ഹയർ എൻഡ്, ബി ലോവർ എൻഡ്. ഞാനൊരു സെക്ഷൻ എടുത്തു അറ്റ് എ ഡിസ്റ്റൻസ്. നമുക്ക് ലോവർ എൻഡ് എന്ന് വേണമെങ്കിൽ എക്സ് എടുക്കാം. എൽ മൈനസ് എക്സ് ഏതായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഡെറിവേഷൻ സിമ്പിൾ ആവുന്ന രീതി, അതായത് ട്രയാങ്കിൾ സോൾവ് ചെയ്യുമ്പോൾ ഈ ഒരു സൈഡ് എടുക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ഈ എക്സ് ഫ്രം ലോവർ എൻഡിൽ നിന്ന് എടുക്കുന്നത്. ഓക്കെ, ഇത് മൊത്തം എല്ലാണ്. എക്സ് എടുത്തു, ഇതെടുത്തു. ഈ മൊത്തം എന്ന് പറയുന്നത് സി. സോ സി കണ്ടുപിടിക്കണം. നേരത്തെ നമ്മൾ ഡിക്ക് ഡിറൈവ് ചെയ്തതുപോലെ, ദാറ്റ് ഈസ് ഡി വൺ പ്ലസ് കെ എക്സ് ഡിയില്ലേ, അതുപോലെ നമുക്ക് സിക്ക് ഡിറൈവ് ചെയ്യണം. സി ഈസ് ഈക്വൽ ടു, നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കാം. എ മൈനസ് ബി ബൈ എൽ ഇൻറ്റു എക്സ് കിട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞേ. എ മൈനസ് ബി ബൈ എൽ ഇൻറ്റു എക്സ്. ജസ്റ്റ് ഒന്നുമില്ല, വൈ ബൈ എക്സ് എടുക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ബൈ എൽ ഇൻറ്റു 2l/2l. ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, സമയം കളയണ്ട. നിങ്ങൾക്ക് സി കിട്ടേണ്ടത് എ മൈനസ് ബി ബൈ എൽ ഇൻറ്റു എക്സ് കിട്ടണം. ഇതിൽ നമ്മൾ നേരത്തെ കെ അപ്ലൈ ചെയ്തതുപോലെ പൊട്ട് കെ ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ബൈ എൽ. സോ സി എന്ത് കിട്ടും, എ മൈനസ് കെ എക്സ്. നേരത്തെ ഡി ഈസ് ഈക്വൽ ടു ഡി വൺ പ്ലസ് കെ എക്സ് കിട്ടിയ അതേ മെത്തേഡിൽ സ്വന്തമായിട്ട് ചെയ്തു നോക്കാം. സി ഈസ് ഈക്വൽ ടു എ മൈനസ് കെ എക്സ് കിട്ടണം. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്തിരുന്നാൽ മതി. ഞാൻ ബാക്കി ഡെറിവേഷൻ പ്രൊസീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ നസ്രി? യെസ്, ഇത് നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എന്താ, പി എൽ ബൈ എ ഇ ആയിരുന്നു വേണ്ടത്. പി എന്ന് പറയുന്ന ലോഡ് ഞാൻ എലമെൻ്റൽ സ്ട്രിപ്പാണ് കൺസിഡർ ചെയ്തത്. സോ ഡി എക്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ഓക്കെ, ഇവിടുത്തെ ക്രോസ് സെക്ഷൻ ഏരിയ എന്തായിരിക്കും? ഞാൻ ഇങ്ങനെ ഒരു സെക്ഷനാണ് എടുത്തത്. സോ ഇവിടുന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോൾ ക്രോസ് സെക്ഷൻ എങ്ങനെയാണ് കാണുക? ക്രോസ് സെക്ഷൻ ഏരിയ സർക്കുലർ ആണോ? ഇവിടുത്തെ സർക്കുലർ ആയിരിക്കുമോ? സർക്കുലർ ആയിരിക്കുമോ? നോ. ഓക്കെ, സർക്കുലർ അല്ല, ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ് വരിക. ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ആ സി ഇൻറ്റു, അതായത് അവിടുത്തെ ഡയമെൻഷൻ സി ആണ്, ഇൻറ്റു അതിൻ്റെ തിക്നെസ് ടി എന്ന് ഞാൻ വിളിച്ചു. തിക്നെസ് ഓഫ് ദ ബാർ ടി എന്ന്, ആ ഒരു സെക്ഷനിലുള്ള തിക്നെസ് ടി എന്ന് വിളിച്ചു. സോ ഏരിയ എന്ന് പറയുന്നത് സി ഇൻറ്റു ടി എന്ന് എഴുതാം, ഇൻറ്റു ഓൾറെഡി ഉള്ള യങ്സ് മോഡുലസ് ഇ. പി ഡി എക്സ് ഡിവൈഡഡ് ബൈ സിക്ക് പകരം എന്ത് ചെയ്യാം, എ മൈനസ് കെ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇൻറ്റു ടി ഇൻറ്റു ഇ. ഇതിനെ ഞാൻ, ഇത് എന്ന് പറയുന്നത് ഒരു എലമെൻ്റൽ സ്ട്രിപ്പിലുണ്ടായ ഡീഫോർമേഷനാണ്. അപ്പം എൻ്റയർ ബാറിൽ ഉണ്ടാകുന്ന ഡീഫോർമേഷൻ കണ്ടുപിടിക്കാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ കോൺസ്റ്റൻസിനെയൊക്കെ പുറത്തേക്ക് വെക്കുകയാണ്. ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു പി ബൈ ടി ഇ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to L 1 ബൈ എ മൈനസ് കെ എക്സ് ഇൻറ്റു ഡി എക്സ്. ഡൗട്ടുണ്ടോ? നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ, ബട്ട് ഏരിയ ഡിഫറെൻ്റ് ആവുന്നു. ഡി എന്ന് പറയുന്ന ഡയമീറ്ററിന് പകരം ഇവിടെ സി എന്ന് പറയുന്ന സൈഡാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഏരിയ എന്ന് പറയുന്നത് ആ സൈഡ് സി ഇൻറ്റു തിക്നെസ് ഓഫ് ദ ബാർ. ബാറിൻ്റെ തിക്നെസ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ടി എന്ന് പറയുന്ന തിക്നെസ് ഉള്ള ബാറാണ് അസ്യൂം ചെയ്തത്. സോ എനിക്ക് ഡെൽറ്റ എൽ ഡ്യൂ ടു എലമെൻ്റൽ സ്ട്രിപ്പ് ഡി എക്സ് എന്ന് പറയുന്നത് പി ഡി എക്സ് ഡിവൈഡഡ് ബൈ എ മൈനസ് കെ എക്സ് ഇൻറ്റു ടി ഇൻറ്റു ഇ വരും. ദെൻ ഡെൽറ്റ എൽ ഡ്യൂ ടു
ലോഡ് പി അത് എൻ്റയർ ക്രോസ് സെക്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് പി ബൈ ടി ഇ ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു എൽ 1 ബൈ എ മൈനസ് കെ എക്സ് ഡി എക്സ്. ഇത്രയും വരെ ക്ലിയർ ആണോ? ഇത്ര വരെ ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് അവർ 4th അവർ എടുക്കാം. ഇപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ അറ്റൻഡൻസ് ഒന്ന് തന്നെ മൈക്ക് ഓഫ് ചെയ്തിട്ട് അറ്റൻഡൻസ് തന്നെ. ഓക്കെ, ചാറ്റ് ബോക്സിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ റോൾ നമ്പർ എൻറ്റർ ചെയ്താൽ മതി. Then I'm hoping you understand my lesson. That is derivations. Two derivations are derived here. That is one for deformation of a body due to axial deformation P for a varying cross section. That is the circular cross section. Varying cross section is circular. Then next one is for tapering cross section. That is for rectangular cross section. Hope all understand. Okay. Okay. Thank you.